ഈ പുഴയും കടന്ന സീരിയൽ നരേൻ്റെ കുടുംബത്തിലോട്ട് കാവേരിയും വീട്ടുകാരും വരുന്നത് നരേന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം നരേനെ ഔട്ട് ഹൗസ് വാടകയ്ക്ക് കൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇതിനിടയ്ക്ക് നരേനെ വിളിച്ചിട്ട് ജയബാലൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട് ജയബാലൻ അവർ ഈ വീട്ടിലോട്ടാണ് വരുന്നത് എന്ന്. അപ്പോൾ നീ എങ്ങാനും അവർക്ക് അഭയം കൊടുത്തു കഴിഞ്ഞാൽ നിൻ്റെ വീട്ടുകാരെല്ലാം നശിപ്പിക്കും, നിൻ്റെ വീടെല്ലാം നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയബാലൻ്റെ ഭീഷണി. നരേനാണ് ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. നീ ഇങ്ങോട്ട് വാടാ, നീ ചെയ്യാനൊക്കെ നീ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഭീഷണിയെ നല്ല സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ നരേന് തോന്നി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണെന്ന് തോന്നിയിട്ട് നരേൻ മുത്തശ്ശിയുടെ കയ്യിൽ താക്കോൽ കൊണ്ടുകൊടുത്തിട്ട് പറയും ഔട്ട് ഹൗസിൻ്റെ, മുത്തശ്ശി പറഞ്ഞ ആൾക്കാർക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുത്തോളൂ, എനിക്ക് എതിർപ്പൊന്നുമില്ല. ഇതൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ, ഗായത്രിയും മുത്തശ്ശനൊക്കെ. അങ്ങനെ നമ്മുടെ കാവേരിയും കുടുംബവും ആ വീട്ടിലോട്ട് താമസത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ ആ വീടാണെന്ന് വെച്ചാൽ എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ രക്ഷയൊക്കെ വെച്ചിട്ട് അടച്ചു ഇട്ടുള്ളൊരു വീടാണ്. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് ഈ വീട് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അവരുടെ വീട് പോലെ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. അപ്പം നീളമോൾ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വീട് നല്ല ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടമായി, നമ്മുടെ പഴയ വീട് പോലെ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമൊക്കെ ഉണ്ട് ഈ വീടിന്. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തിൽ ആ വീട്ടിലോട്ട് കയറുകയാണ്. ഇനി ഇവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത്. യഥാർത്ഥ കഥ, ഈ സീരിയലിൻ്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ഇനി നരേൻ്റെയും കാവേരിയും സ്നേഹവും അവർ ഒരുമിക്കുന്നതും അവരുടെ വിവാഹമൊക്കെയാണ് വരും എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നത്. കൂടുതൽ നേരത്തെ കഥ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.